മേലെ തുണിയെടുക്കുന്നതിന് ബർമുഡ എന്ന് പരിഹസിച്ചാളയാൾ ഒരുപാട് സുന്നത്തുകളെ ഈ അദ്ദേഹത്തിന്റെ ക്ലാസുകളിലൂടെ ചവിട്ടി മെതിച്ച ആളാണ് അയാൾ. ഇത് അതായത് ഹദീസ് നിഷേധികളും സുന്നത്ത് നിഷേധികളും ഇസ്ലാമിനെ കളിയാക്കുന്നവരുമാണ് നമ്മുടെ ഈ മഹാസമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ വരിക. നിങ്ങൾ നോയിക്കോളോണ്ടു ഏറ്റവും കൂടുതൽ ഹദീസിനെതിരെ സുന്നത്തിനെതിരെ പ്രസംഗിച്ചിട്ടുള്ള ആളുകളായിരിക്കും നമ്മുടെ ഈ സമ്മേളനത്തിലെ മഹാസമ്മേളനത്തിലെ ഒരുപാട് പ്രോഗ്രാമുകളിൽ ഉണ്ടാവുക. നിങ്ങൾ നോക്കിക്കോളൂ. അതാണ് ഇവിടെ എന്താ പറയുന്നത്, സക്കരിയ സ്വലായിക്കോ ജബ്ബാർ മലയിക്കോ അങ്ങനെ ഒരു വാദമല്ല. ഇത് തിരുവനന്തപുരത്ത് എത്തിയപ്പോ പറഞ്ഞ അവിടുത്തെ കുട്ടികളുടെ മുമ്പിൽ എണീറ്റുന്നപ്പോ പേടിച്ച് പറയണം യാഥാർത്ഥ്യം എന്ന അവസ്ഥ, അവര് വിടില്ല എന്ന അവസ്ഥ. അവിടുന്ന് സത്യം പറയണം. ഇനി നമ്മൾ ആലോചിക്ക്, അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്നൊരു ടീം ഇവിടെ പറയുന്നുണ്ട്. എന്നിട്ട് അതേ കൂട്ടത്തിൽപ്പെട്ട 3 പ്രഗത്ഭ പ്രാസംഗികരിൽ ഒരാൾ പറയണത് അങ്ങനെ ഒരു വാദവർക്കില്ല. ഇവർ രണ്ടുപേരിൽ ആരൊക്കെ കള്ളം പറയും? രണ്ടുപേരും പറയുന്നു. നിങ്ങൾ മനസ്സിലായോ? ഇനി പറ, പരലോക ബോധമുള്ളവരെ, ഈമാനുള്ളവരെ, നിങ്ങൾ കള്ളം പറയുന്നവരോടൊപ്പം നിൽക്കാൻ അല്ല പറഞ്ഞിട്ടില്ല, സത്യം പറയുന്നവരോടൊപ്പം നിൽക്കാൻ. ആരവിടെ സത്യം പറയുന്നു? ഇവിടെ കള്ളം പറയുന്ന ആരാ? നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി. ഇത് വെറുതെ പറയത്, വെറുതെ സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമായി. ഇത് വ്യക്തിവിരോധം തീർക്കാനല്ല, വ്യക്തികൾ കാണാവാനും അല്ല, മറിച്ച് പരലോകവുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയായത്. ഇത് നിങ്ങൾ ശരിക്കും ഇങ്ങോട്ട് ഉൾക്കൊള്ളണം. ഈ കാര്യം ഗൗരവമായ പഠനത്തിന് വരേണ്ടതുണ്ട് എന്ന് നിങ്ങൾ അറിയുക. ഇനി ഒന്നുകൂടെ, ഇത് രണ്ടും കൂടെ ഒന്നുകൂടെ നിങ്ങളൊന്ന് കേട്ടോളൂ. സക്കരിയ സലാഹിക്ക് അല്ലെങ്കിൽ അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. തേടാന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിട്ടുണ്ടോ? തേടാന്ന് വാദം ഉണ്ടോ എന്നാണ്. ശരിക്കും തേടാന്ന് തന്നെയാ വാദം. എങ്ങനെയുണ്ട്? നമുക്ക് മലയാളവും തിരിയൂല എന്ന് ഇവര് പറഞ്ഞാലോ? നമുക്കാർക്കും മലയാളവും തിരിയൂല എന്നതാവസ്ഥെങ്കിൽ ഈ വൈരുദ്ധ്യത്തെ നമ്മൾ എന്താ വിളിക്കേണ്ടത്? ഈ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ച് ബോധവൽക്കരിച്ചാൽ ഞങ്ങൾ എങ്ങനെ കുറ്റക്കാരാവും? ഞങ്ങൾ എങ്ങനെ സംഘടനാ വിരോധികളാവും? അല്ലെ, നിങ്ങൾ ആലോചിച്ചു നോക്കേ, ആരാ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തെ തകർത്ത്? ഇനി ഇതില് ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ എന്താ? നേരത്തെ SLRC ഡയറക്ടറുടെ ക്ലിപ്പിംഗിൽ കേട്ടില്ലേ? അവൻ അല്ലയായിട്ട്, അതായത് യാ ഇബാദല്ലാഹ് അയ്യൂനി എന്ന ഹദീസ് ഉദ്ധരിച്ച് ഇത് പറയുന്നവൻ അവൻ അല്ലയായിട്ട് ഒരു ബന്ധമില്ലാത്തവനാണ്. അവൻ അല്ലയായിട്ട് തീരെ ജീവിതത്തിൽ എടുത്തിട്ടില്ല. ആ പട്ടികയിൽ ആരൊക്കെ വരും? അബ്ദുല്ലാഹിൽ മുബാറക് വരും അദ്ദേഹത്തിന്റെ വാദപ്രകാരം. അതെ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ വരും, അതുപോലെ ഇമാം ഷൗക്കാനി വരും, ഇബ്നു ഹജർ അസ്കലാനി വരും, അതിനുശേഷമുള്ള ലോകത്ത് ഒരുപാട് സലഫി പണ്ഡിതന്മാര് വരും. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ നമ്മുടെ ഈ മുക്കൂട്ടു മുന്നണിക്ക് നേതൃത്വം നൽകുന്ന സലഫി ഉണ്ടല്ലോ, അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കേരളത്തിൽ യാ ഇബാദല്ലാഹി ചർച്ച ചെയ്ത പ്രാമാണികരെ ഏത് പണ്ഡിതന്മാരുണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ എന്നാണ്. കേട്ടോളൂ, ഇന്ന് ഈ സദസ്സൊന്ന് പിരിയുമ്പോ ഒരു വലിയ കാര്യം പഠിച്ചു കേട്ടോളൂ. കെ ഉമർ മൗലവി സാഹിബിന്റെ തൗഹീദാണ് ഞങ്ങളുടെ തൗഹീദ്. ഉമർ മൗലവി പഠിപ്പിച്ചാണ് ഞങ്ങൾക്ക് തൗഹീദ് എന്നല്ലേ പറഞ്ഞത്? അതെ, ആരാണ് നിങ്ങളെ ഇങ്ങനെ പഠിപ്പിച്ചത്? യാ ഇബാദല്ലാഹ് എന്ന ദുർബല ഹദീസിന്റെ പിന്നാലെ എന്തിനാ നിങ്ങൾ പോകുന്നത് എന്നൊക്കെയല്ലേ ചോദിച്ചത്? ആരാ നിനക്കിത് പഠിപ്പിച്ചത്? ഏവനാണോ നിനക്കിത് പഠിപ്പിച്ചത് എന്നൊക്കെയല്ലേ ചോദിച്ചത്? അല്ലേ, എന്നൊക്കെയല്ലേ ചോദിച്ചത്? ആ ചോദ്യം ഒന്ന് കേൾപ്പിച്ചോട്ടെ മോനെ. ഏവനാണോ നിനക്കിത് പഠിപ്പിച്ചു എന്നത്? ഏത് മുഹദ്ദിസാണോ നിനക്കിത് പഠിപ്പിച്ചു എന്നത് എന്ന വല്ലാത്തൊരു ചോദ്യം. ഒരു പ്രബോധകനിൽ കാണാത്ത വൈകാരികത, ഒരു പ്രബോധകനില്ലാത്ത വൈകാരികത. നിങ്ങൾ ആ ഭാഗം ഒന്ന് കേട്ടു നോക്കൂ. മരുഭൂമി ചെന്നുപെട്ട ഒരു ജിന്നിനോട് ചോദിക്കാനുള്ള ഒരു കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം പറഞ്ഞ് മുവഹിദുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണോ? ഇതാണോ ഹദീസ് പണ്ഡിതന്മാരുടെ പണി? ഏത് ഹദീസാണോ നീ ഓതിയത്? ആരാണോ നിനക്ക് ഹദീസ് പഠിപ്പിച്ചു തന്നത്? മരുഭൂമിയിൽ പോയ ജിന്നിനോട് ചോദിക്കണമെന്ന് എവനാണോ നിന്നെ പഠിപ്പിച്ചത്? ആരാ നിനക്ക് ഹദീസ് പഠിപ്പിച്ചത്? ആ മുഹദ്ദിസിനെ കൊണ്ടുവാ ഇങ്ങോട്ട്. ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവാ ഇങ്ങോട്ട്. ഹദീസ് പഠിപ്പിച്ചു തരാ. ഹദീസ് പണ്ഡിതന്മാരല്ലാത്ത ഞങ്ങളുടെ മുന്നിലേക്ക് വാ. സഹോദരങ്ങളെ, എന്താ പത്? ജാമിയ നദ്വിയയിൽ രാത്രി 12:30 നടത്തിയാണ് അത്.
ജാമിയ നദവിയിൽ ഏവനാണോ കൊണ്ടുപോടോ ആരാണോ ആ മുഹദ്ദിസ് എന്നൊക്കെയാണ് അല്ലേ. ഇനി ഈ വിളി എടോ ആരാണോ ഏവനാണോ എന്ന വിളി ആരിലേക്ക് എത്തുക? മഹാമുഹദ്ദിസീങ്ങളിലേക്ക്, പണ്ഡിതന്മാരിലേക്ക് അല്ലേ. ആരെയൊക്കെ അവർ വെട്ടിനിരത്തി. ഈ ഹദീസ് 1200 വർഷമായി ചർച്ച ചെയ്ത മുഴുവൻ ആളുകളെയും ആ എടോ എന്ന വിളി ചെറിയ മുണ്ടത്തോടാണ്. ആ എടോ എന്ന വിളി നാം ഏറെ സ്നേഹിക്കുന്ന KP മുഹമ്മദ് മൗലവിയോടാണ്. ആ എടോ എന്ന വിളി ഇമാം നോക്കണം നിങ്ങൾ, അത് ഇബ്നു അബ്ബാസിനോടാണ്, അതുപോലെ ബുഖാരിയുടെ ഇമാമിനോടാണ്, അതേപോലെ ഷൗക്കാനിയോടാണ്, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയോടാണ്. ലോകം കണ്ട ഇന്നത്തെ സൗദി അറേബ്യയുടെ ഫത്വാ ബോർഡിൽ ഇരിക്കുന്ന ആലു ശൈഖിനോടാണ്. ലോകം കണ്ട മഹാപണ്ഡിതന്മാർ അവരോടൊക്കെയുള്ള ചോദ്യമാണ്, ഏവനാണ് നിനക്ക് ഈ ഹദീസ് കൊണ്ടുവന്നത്? ഇനി ഞെട്ടിപ്പിക്കുന്ന ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. കെ ഉമർ മൗലവി സാഹിബ് ഈ ചർച്ചയ്ക്ക് മുമ്പ് കേരളത്തിൽ ഒരു മുജാഹിദ് പണ്ഡിതനും യാ ഇബാദത്തിൽ ശിർക്കുണ്ടോ അല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നൊരു വെല്ലുവിളി നിഷേധിച്ച് നമുക്ക് ക്ലിപ്പിംഗ് ഇടാം. നിങ്ങൾ പ്രിയപ്പെട്ടവരെ, അല്ല സത്യത്തിന്റെ കൂടെയാണ്. 1971 ഓഗസ്റ്റിലെ സൽസബീലായത്. ഏത് വിഷയത്തിൽ? യാ ഇബാദല്ലാഹി നൂനി എന്ന വിഷയത്തിൽ. ലോക മലയാളികളെ, മുജാഹിദുകളെ, ഒരു കാര്യത്തിൽ വലിയൊരു തീർപ്പ് വരികയാണ്. ഇത് പറയുമ്പോ ഞങ്ങൾ ഷൗക്കാനെ തള്ളി, ഇബ്നു ഹജർ അസ്കലാനെ തള്ളി, ഞങ്ങൾ ഇന്നാളുകളെ തള്ളി, പിന്നെയാണോ ഞങ്ങൾക്കൊരു ഉമർ മൗലവി എന്നൊരു നാളെ ചോദിക്കൂട്ടോ? ഇല്ലാന്നൊന്നും നിങ്ങൾ ഇവരെ കുറിച്ച് വിചാരിക്കണ്ട. ഇനി കേട്ടോളി, എന്താ വിഷയോ? 1971 കൊല്ലത്തിലായി. എത്രയായി? 41 കൊല്ലായോ? 41 കൊല്ലായോ? കേട്ടോളി, വായിച്ചുകൾ സൽസബീൽ. കെ ഉമർ മൗലവി സാഹിബ് അന്ന് കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റാ. കൂട്ടരെ, കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റാ. ഇന്ന് ഉമരി വഹിക്കുന്ന സ്ഥാനത്താ ഉമർ മൗലവി. ശരിക്കും പഠിച്ചോളി, ആര്? കെ ഉമർ മൗലവി സാഹിബ് അന്ന് ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റാണ്. ആ പ്രസിഡന്റ് സ്ഥാനത്ത് നിൽക്കുമ്പോൾ എഴുതിയ സൽസബീൽ. ഇതില് ഞാൻ നിങ്ങൾക്ക് ചില കാര്യം തുടക്കം തന്നെ സൽസബീൽ പത്രാധിപർക്ക്, മാന്യരേ അസ്സലാമു അലൈക്കും. സൽസബീലിന് 2 ലക്കം വായിച്ചു. വളരെ സന്തോഷിക്കുന്നു. ഡോക്ടർ എം ഉസ്മാൻ സാഹിബിന്റെ ലേഖനം വളരെ സന്ദർഭോചിതവും പഠനാർഹവുമായിട്ടുണ്ട്. പിശാചിന്റെ പ്രവർത്തനത്തിന് കളമൊരുക്കുന്ന പണ്ഡിതന്മാരെ പറ്റിയുള്ള മുന്നറിയിപ്പും വളരെ ഉപകാരപ്രദമായിട്ടുണ്ട്. ആരാത് പറയുന്നത്? NV അബ്ദുസ്സലാം മൗലവി അരീക്കോട്. എന്നിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടോളൂ. എന്നെ പറ്റി മറ്റുള്ളവർ എന്ത് പറയും എന്ന വിചാരം പലരെയും സത്യം തുറന്ന് പറയുന്നതിൽ തടയാറുണ്ട്. ഇന്നും പല പ്രഗത്ഭരെയും പല പണ്ഡിതന്മാരെയും പല നേതാക്കന്മാരെയും ഇതിന് തടയുന്നു. നോക്കണേ, പിശാചിനെ കുറിച്ച് പറയാൻ ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ മുഖ്യശത്രു എന്ന് പറഞ്ഞ് പിശാച് മനുഷ്യന്റെ മുഖ്യശത്രു എന്ന വിഷയമൊക്കെ ഉണ്ടല്ലോ, അത് എഴുതിയതിനെ കുറിച്ച് NV അബ്ദുസ്സലാം മൗലവി പറയുകയാണ്, ഇതാ സത്യസന്ധരായ പ്രബോധകരുടെ പ്രത്യേകത. എന്നെ പറ്റി മറ്റുള്ളവർ എന്ത് പറയും എന്ന വിചാരം പലരെയും സത്യം തുറന്നു പറയുന്നതിൽ നിന്ന് തടയാറുണ്ട്. എന്നാൽ സൽസബീൽ മുഖേന ഉമർ മൗലവി ഡോക്ടർ ഉസ്മാൻ സാഹിബും പരിഷ്കാര ബ്രഹ്മക്കാരായ ആധുനിക പുത്തൻ കൂട്ടുകാർ തങ്ങളെ പറ്റി സമുദായ പ്രചരിപ്പിക്കാനിടയുള്ള പഴഞ്ചന്മാർ എന്ന ഓമന പേരിന് വകവെക്കാതെ മുഖം നോക്കാതെയും സത്യം തുറന്ന് പ്രസ്താവിച്ചു കാണുന്നതിൽ സന്തോഷമുണ്ട്. സ്നേഹിതന്മാരുടെ കളിയാകൽ വകവെക്കാതെ ജീവിക്കുവാൻ കഴിയുന്നത് ഒരു വമ്പിച്ച നേട്ടമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, NV അബ്ദുസ്സലാം മൗലവി ആരാണ്? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ല. വിശുദ്ധ ഖുർആനിന്റെ പഠനവും അർത്ഥവും വ്യാഖ്യാനവും തുടങ്ങി ഈ മേഖലകളിൽ അദ്ദേഹം വഹിച്ച NV കുടുംബം വഹിച്ച സ്ഥാനം എത്രേ. ഇതെല്ലാം പറയുമ്പോൾ സൽസബീൽ ഉമർ മൗലവിയുടെ കാൽവെപ്പിനെ പ്രശംസിക്കുകയാണ് ഇവർ. ഇവിടെ നിങ്ങൾ പ്രധാനമായി എനിക്ക് കേട്ടതാ NV അബ്ദുസ്സലാം ബിൻ മുഹമ്മദ് എന്ന് എഴുതി കൊടുത്തിരിക്കുന്നു. ഇവിടെ തീർന്നില്ല, നമ്മുടെ പ്രസക്ത ഭാഗത്തേക്ക് വന്നോളൂ. പത്രാധിപരുടെ കുറിപ്പ് പറയാൻ മൗലവി സാഹിബിന്റെ പ്രോത്സാഹനജനകമായ സന്ദേശത്തിന് നന്ദി പറയുന്നു.
ഡോക്ടർ ഉസ്മാൻ സാഹിബും ഞാനും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട പരമാർത്ഥം വെട്ടി തുറന്നു പറയുന്നതിൽ ധൈര്യം പ്രകടിപ്പിച്ചതിൽ മൗലവി സാഹിബ് ആനന്ദം കൊള്ളുന്ന പോലെ ഞങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കുവാൻ മൗലവി സാഹിബിന് ധൈര്യമുണ്ടായതിൽ അദ്ദേഹത്തെ ഞാനും അഭിനന്ദിക്കുന്നു. സഹോദരങ്ങളെ, ഇതാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതധർമ്മം തീർന്നില്ല. കേട്ടോളൂ, അടുത്തത് ചോദ്യോത്തര സെഷനാണ്, ചോദ്യോത്തരമാണ്. കേട്ടോളൂ ചോദ്യം. ഇവിടെ പയ്യോളി പ്രധാനപ്പെട്ട ഒരു സുന്നി മുസ്ലിയാർക്ക് കൊടുത്ത ചോദ്യത്തിന് നമ്മുടെ പ്രസക്ത ഭാഗമാണ്. കേട്ടോളൂ സമസ്തക്കാരെ, മടബൂരികളെ, മടബൂരികളെ, നവമടബൂരിസം നെഞ്ചിലേറ്റിയവരെ, നിങ്ങൾ ശരിക്ക് പഠിച്ചോളൂ. പയ്യോളി പ്രധാനപ്പെട്ട ഒരു സുന്നി മുസ്ലിയാർക്ക് കൊടുത്ത ചോദ്യത്തിന് അദ്ദേഹം തന്ന മറുപടി താഴെ കൊടുക്കുന്നു. അതിനെപ്പറ്റി സൽസബീലിന്റെ അഭിപ്രായം എന്താണ്? അഭിപ്രായം എന്താണ്? നോക്കൂ, ഓരോ ചോദ്യങ്ങൾ. ബദരീങ്ങളെ രക്ഷിക്കണേ, മൊയ്തീൻ ഷെയ്ഖെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളുടെ സഹായോപേക്ഷിക്കലും ഇസ്തിഗാസയിലും ശിർക്കല്ല, അനുവദീയമാണെന്നുള്ള ലക്ഷ്യങ്ങൾ സൂറത്ത് ആൽ ഇംറാൻ എന്ന് പറഞ്ഞ ഈ വിഷയമായി ഒരു മുസ്ലിയാരോട് ചോദിക്കുകയും അയാൾ അതിന് തെളിവ് നൽകുകയുമാണ്. മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കാൻ, മമ്പർന്നങ്ങളെ വിളിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവാവുള്ളത് എന്നതിന് തെളിവായി ഈ മൊയ്ലിയാര് അനവധി ആയത്തുകളുടെ കൂട്ടത്തിൽ ഈ ദുർബല ഹദീസും എടുത്തു കൊടുത്തിരിക്കുന്നു. 1971 ഏവനാണോ നിനക്കിത് പഠിപ്പിച്ചത്? ആരാണോ നിന്റെ മുഹദ്ദിസ് എന്നൊക്കെയല്ലേ ചോദിച്ചത്? കേട്ടോ, കെ ഉമർ മൗലവിനെ ആദരിക്കുന്നവരെ, ബഹുമാനിക്കുന്നവരെ അദ്ദേഹത്തെയാണ് എടോ എന്ന് വിളിക്കുന്നത്, പോടോ എന്ന് പറയുന്നത്. ഏത് മുഹദ്ദിസാണോ എന്ന എടോ ഉമർ മൗലവിയിലും തീർന്നില്ല. ഇനി നിങ്ങൾ ഇതിന്റെ ഗൗരവം കേൾക്കാൻ പോകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാ ഇബാദല്ലയുമായി ഒരുപാട് കാര്യങ്ങൾ ആ ലേഖനത്തിലുണ്ട്. അതിനെല്ലാം എഴുതി അവസാനം യാ ഇബാദല്ലാ എന്ന വിഷയത്തിലെ വിഷയം സുന്നി മുസ്ലിയാർ പറയുന്നു. സുന്നി മുസ്ലിയാർ പറയുന്നു എപ്പോ? 41 കൊല്ലങ്ങൾക്ക് മുമ്പ് 1971 എന്റെ പ്രിയപ്പെട്ടവരെ, ഇടത്തനാട്ടുകരയിലെ മുസ്ലിമീങ്ങളെ, അല്ല നമ്മളോടൊപ്പമുണ്ട്. നമ്മൾ ക്ഷമിച്ച് കാത്തിരുന്നതിന്, പോരാടിയതിന് പടച്ചതമ്പുരാൻ ഈ വിഷയത്തിൽ പൂർവികരായ മുജാഹിദ് പണ്ഡിതന്മാരിൽ ആരുണ്ട് നിങ്ങളോടൊപ്പം എന്ന് ചോദിച്ചവർക്ക് മറുപടിയായി ഞങ്ങളുടെ കൂടെ ഉമർ മൗലവിയുണ്ട്. ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്ത ഞാൻ അവസാനം പറയും, അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൗതുകം തോന്നും. കേട്ടോളൂ, സുന്നി മുസ്ലിയാർ പറയുന്നു, ഇബ്നു സുന്നിയും തബറാനിയും നിവേദനം ചെയ്ത ഒരു ഹദീസിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ആളില്ലാത്ത വല്ല സ്ഥലത്തും പെട്ട് വല്ല സാധനവും നഷ്ടപ്പെട്ടു പോവുകയും സഹായം ആവശ്യമായി വരികയും ചെയ്താൽ, ഓ അല്ലാഹുവിന്റെ അടിമകളെ, യാ ഇബാദല്ലാ അഈനൂനി എന്ന് പറയണം. എങ്കിലവിടെ നിങ്ങൾ കാണാത്ത ചില അടിമകൾ അല്ലാഹുവിനുണ്ട്. ഇബാദുല്ലാ നറാഹും, നിങ്ങൾ കാണാത്ത ചില അടിമകൾ. കേട്ടോളൂ, അന്തര മുസ്ലിയാരെ തെളിവാക്കുകയാണ്. മൊയ്തീൻ ഷെയ്ഖെ രക്ഷിക്കണേ, മമ്പർന്നങ്ങളെ എന്ന് പറയാൻ ഒരു കാര്യം മനസ്സിലായി. മുസ്ലിയാക്കന്മാർ ഇസ്തിഗാസക്ക് തെളിവായി ഈ ദുർബല ഹദീസ് ഉദ്ധരിച്ചപ്പോഴേ സൽസബീൽ ചർച്ചക്കെടുത്തിട്ടുള്ളൂ. പോയിന്റ് നമ്പർ 1 ആര് ചോദിക്കല്ലോ, ഈ ദുർബല ഹദീസ് ആര് ചർച്ചക്ക് കൊണ്ടുവന്നു? ചോദിക്ക്. സൽസബീലിന്റെ പത്രാധിപർ ഇന്ന് ജീവിച്ചിരിപ്പില്ലല്ലോ. എങ്കിൽ കേട്ടോളീൻ, അതിനുള്ള മറുപടി നല്ല ഖണ്ഡനം. അതിനുള്ള ഖണ്ഡനം എന്താ ഖണ്ഡനം? ഈ ഹദീസ് ബലഹീനമാണെന്നതിൽ തർക്കമില്ല. ലോകത്തെല്ലാ സലഫി പണ്ഡിതന്മാരും ഒന്നാമതായി പറഞ്ഞ അതേ വാചകം സൽസബീലിൽ പഠിക്കാതെയാണോ, മനസ്സിലാക്കാതെയാണോ, ഇയ്യാക നഅ്ബുദു അറിയാതെയാണോ, ആണോ ഇൻതദൂം അറിയാതെയാണോ, ഫാത്തിഹ അറിയാതെയാണോ, ആണോ? എന്തിനൊക്കെയാ നിങ്ങൾ മറുപടി പറയേണ്ടത്? കേട്ടോളൂ, ദാ ഖണ്ഡനം. ഈ ഹദീസ് ബലഹീനമാണെന്നതിൽ തർക്കമില്ല. കാരണം ഇതിന്റെ പരമ്പരയിൽ സയ്യിദ് ഇബ്നു അലി എന്നയാള് ഉത്ബയെ കണ്ടിട്ടില്ല. അതിനാൽ സനദ് ഇടമുറിഞ്ഞ നിമിത്തം തള്ളപ്പെട്ടിരിക്കുന്നു. മജ്മൂ സവായിദ് ബ്രാക്കറ്റിൽ കൊടുക്കാൻ. ഇനി ഹദീസ് സഹിയാണെന്ന് വെറുതെ സങ്കല്പിച്ചാൽ തന്നെയും കേട്ടോളി, 1971 ജംഇയ്യത്തുലമയുടെ പ്രസിഡന്റിന്റെ മേൽനോട്ടത്തിലെ സൽസബീലിൽ. കേട്ടോളൂ, അടുത്ത വാചകം കേട്ടോളേ. എന്താ നമ്മുടെ മണ്ണാർക്കാട് സക്കറിയ സുലൈ പറഞ്ഞു? എന്നാ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി, ബഹുമാന പണ്ഡിത കേസരി, മലയാളക്കരയിലെ ഏറ്റവും പ്രഗത്ഭൻ, മടവൂരികൾ പോലും അറിയാതെ പോയത്.
കേട്ടോളിങ്ങളെ, എന്താ അത്? ഇനി ഹദീസു സഹീഹാണെന്ന് വെറുതെ സങ്കൽപ്പിച്ചാൽ തന്നെയും വാദവിഷയവും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. സുബ്ഹാനല്ലാഹ്. മനുഷ്യരെ, സലഫികളെ, ഇനി എവിടെ നമുക്ക് ഒന്നിച്ച് സമ്മേളനം നടത്തിക്കൂടെ? ചിലരുടെ പേര് വെട്ടണ്ടോ? ഉണ്ടോ? പ്രോഗ്രാം നോട്ടീസ് എന്ന് വെട്ടണ്ടോ? പറ. മറുമൂലം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടല്ലോ, അവസ്ഥ എന്താ? കെ പി ഇന്ന് ജീവിച്ചിരിപ്പുള്ള അവസ്ഥ എന്താ? കെ പിയുടെ പുസ്തകം താഴെ യാ ഇബാദുള്ള ചർച്ച ചെയ്ത അത്തവസ്സുല് 980 അതിന്റെ 10 കൊല്ലം മുമ്പുള്ള ഇതിപ്പോ കൊണ്ടുവന്ന സലായി കൊണ്ടുവന്നാണ്. അല്ലേ? ചെറിയ മുണ്ടമാണ് ഈ വാദം കൊണ്ടുവന്നത്. ഈ ശിർക്കിലേക്കുള്ള പ്രവാഹത്തിന്റെ തുടക്കം ചെറിയ മുണ്ടമാണ് കൊണ്ടുവന്നതെന്ന ടൗൺ ഹാളില് നേരത്തെ പറഞ്ഞ SLRCയുടെ ആ ആള് പറയുന്നതിന് മുമ്പ് പറഞ്ഞ് നേരത്തെ തിരുവനന്തപുരത്ത് മുട്ടിപ്പോയല്ലോ ആ മനുഷ്യൻ പറഞ്ഞ് ചെറിയ മുണ്ടമാണ് ഈ ശിർക്കിന്റെ തുടക്കം കുറിച്ച്. ആണോ? കെ പി മുഹമ്മദ് മൗലവി യാ ഇബാദുള്ള ചർച്ച ചെയ്തു. യാ ഇബാദുള്ളയിൽ ശിർക്കുണ്ട് എന്ന് കെ പി മുഹമ്മദ് മൗലവി പറഞ്ഞില്ല. നിങ്ങൾ ആലോചിക്കണം. അതിന്റെ 10 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉമർ മൗലവി സാഹിബ് ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി കേട്ടോളൂ. നോക്കൂ, ഈ ഹദീസ് ഇത് സഹീഹാണെങ്കിൽ തന്നെ നിങ്ങൾ മൊയ്തീൻ ഷേഖിനെ രക്ഷിക്കണേ, മമ്ര നിങ്ങളെ സഹായിക്കണേ എന്ന് പറയുന്നതിന് ഇത് തെളിവേ അല്ല, ഒരു ബന്ധവും ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഇത് എഴുതുന്ന കാലത്ത് ഇയ്യാക നഅ്ബുദു അറിയില്ലേ ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റിന്? അത് എഴുതിയ ആൾക്ക് എനിക്ക് കേൾക്കണോ? ഉമർ മൗലവി ആരെ കൊണ്ടുകൂടിയാ എഴുതിച്ചത്? ആ ആളിപ്പോ എവിടെ? അതുകൂടി അറിഞ്ഞോളി. വളരെ രസകരമാണ് ഈ കാര്യം, കേട്ടോളൂ. അടുത്ത ഇന്ന് നമുക്കുള്ള വാദം എന്താ ഈ വിഷയത്തിൽ? കേട്ടോളൂ. ഇതാണ് 971 നിങ്ങൾക്കുള്ള വാദം ആർക്കും ഉണ്ടായിട്ടില്ല ഒരു കാലത്ത്. നിങ്ങൾ ഇപ്പൊ പ്രചരിപ്പിക്കുന്ന വാദല്ലേ ലോകത്ത് മുസ്ലിമായി പറഞ്ഞ് സലഫിയായി ജീവിച്ച ഒരാൾക്കുണ്ടായിട്ടില്ല. കേട്ടോളി. വാദം മൊയ്തീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടുന്നതും അനുവദനീയമാണ് എന്നാണല്ലോ. അല്ലാഹുവിന്റെ അടിമകളെ, അടിവരട്ടോളി മക്കളെ, മുജാഹിദുകളെ, അല്ലാഹുവിന്റെ അടിമകളെ സഹായിക്കണേ എന്നാണല്ലോ ഹദീസിലുള്ളത്. ഒരു വിജന പ്രദേശത്തൊറ്റക്കകപ്പെട്ടു വിഷമം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ എന്നിങ്ങനെ സന്ദർഭം വ്യക്തമായി നിർണയിക്കപ്പെടുത്തുകയും ചെയ്തു. ആ സന്ദർഭം വ്യക്തമായി. മരുഭൂമിയാണ്, ആരുമില്ല, പ്രയാസം കൊടുമ്പിരിക്കൊണ്ടു. അത് നിർണയിച്ചു, ആ ബൗണ്ടറി നിർണയിച്ചു. നോക്കണം, പണ്ഡിതന്മാരെ കാലഘട്ടത്തിൽ പറഞ്ഞു നോക്കിക്കോളി. ബൗണ്ടറി നിർണയിച്ചു ചെയ്തു. അപ്പോൾ ജനനിബിഡമായ ഒരു പ്രദേശത്ത് വെച്ച് മൊയ്തീൻ ഷേഖിനെ വിളിച്ചു തേടാൻ എന്തൊരു വെളിച്ചമാണ് ഈ ഹദീസിൽ ലഭിക്കുക. സഹായിക്കാൻ ആരെയും കാണാതെ അത്യധികം വിഷമത്തിൽ അകപ്പെടുന്ന സമയത്ത് യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചാൽ അല്ലാഹുവിന്റെ മലക്കുകളും ജിന്നുകളും ആ ഗതിമുട്ടിയ മുഅ്മിനിനെ സഹായിക്കാൻ വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഇതാണ് ഹദീസിലെ ഉപദേശം. എവിടുന്ന് കിട്ടി ഈ ജിന്ന്? എവിടുന്ന് കിട്ടി ഈ മലക്ക്? എവിടുന്ന് കിട്ടി 971 സൽസബീലിൽ ജിന്ന് മലക്ക്? നിങ്ങളെ പോലെയല്ലേ അവർ പഠിച്ചു മനസ്സിലാക്കി. അവർ പഠിച്ചു മനസ്സിലാക്കി. അതേ ആ ഹദീസിലുള്ളൂ. അവർ ഹാദിറുള്ളവരാണ്, ഖാദിറാണ്, ഹയ്യാണ്. അതിൽ ശിർക്കില്ല, പ്രാർത്ഥനയില്ല. തീർന്നില്ല. ഇനി കേട്ടോളൂ. ഈ ഹദീസിനെ അടിസ്ഥാനമാക്കി ആരെങ്കിലും മൊയ്തീൻ ഷേഖേ എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടിയാൽ അവനെ സഹായിക്കാൻ ആരും എത്തുകയില്ലെന്ന് മാത്രമല്ല, അവൻ അതുമൂലം കാഫിറായി പോകും. ഒരു സൃഷ്ടിയുടെയും പേരെടുത്ത് പറഞ്ഞ് തേടുവാൻ ഇവിടെ ഉപദേശിച്ചിട്ടില്ല. നോക്കേ, ഇവിടെ നമ്മുടെ ഒരാൾ മരണമാസന്നമായ അവസ്ഥയിൽ കിടക്കുന്നു. അദ്ദേഹം കുറച്ചു നാൾ കൂടി ജീവിച്ചിരുന്നാൽ വളരെ കാര്യമുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട അസ്രായീൽ എന്ന മലക്കേ, ഈ ആളുടെ റൂഹിനെ പിടിക്കൽ കുറച്ചു കാലത്തേക്ക് നീട്ടിവെക്കണേ എന്നിങ്ങനെ അപേക്ഷിക്കാമോ? മുസ്ലിയാക്കളെ, ഉണ്ടോ? ഇന്നത്തെ ചർച്ചയുടെ ബാക്കി കൂടി എന്ന് ചർച്ച ചെയ്തു. എപ്പോ പ്രിയപ്പെട്ടവരെ? 971 1980-കൾക്ക് ശേഷമാണ് കെ പി എഴുതുന്നത്, അതുപോലെ ചെറിയ മുണ്ട് എഴുതുന്നത്. അതൊക്കെ കഴിഞ്ഞ് എത്രയോ കഴിഞ്ഞിട്ടാണ് ജബ്ബാർ മൗലവിയും സക്കരിയ സുലായിയും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. അവരെ കുറിച്ച് കുരച്ചു ചാടുന്നവർ, അത് 12 മണിക്ക് ആക്രോശിക്കുന്നവർ ഓർക്കട്ടെ, വായിക്കട്ടെ. ഇനി ചില കാര്യങ്ങൾ അറിയണം.
ഇതെല്ലാം പറഞ്ഞ് പിന്നീട് വരുന്നത് എന്താണ്? സുന്നി മുസ്ലിയാക്ക് ഇതിന്റെ തുടർച്ചയാണ് പറയുന്നത്. അടിച്ചു വരുന്നത് എന്താണ്? പൂർവ്വ സമുദായങ്ങളിൽ പോലും അല്ലാഹു അല്ലാത്തവരോട് തേടുന്ന പതിവുണ്ടായിരുന്നു എന്ന് ബുഖാരിയിലെ ഹദീസ് കാണുക. മുസ്ലിം പറയാൻ ഇസ്മായിൽ നബിയുടെ മാതാവ് വെള്ളം കിട്ടാതെ ദാഹിച്ചു പരവശയാവുക, കുഞ്ഞിന്റെ രോദനം സഹിക്കവയ്യാതാവുകയും ചെയ്തപ്പോൾ സഫാ മർവ എന്നീ പർവ്വതങ്ങൾക്കിടയിൽ ഓടിയലഞ്ഞുകൊണ്ടിരുന്നതിനിടയിൽ മർവയുടെ മേലെത്തി. അപ്പോൾ എന്തോ അവ്യക്തമായ ഒരു ശബ്ദം കേട്ടു. ആ അവസരത്തിൽ ഇസ്മായിൽ നബിയുടെ മാതാവ് ഇപ്രകാരം പറഞ്ഞു: താങ്കൾ ശബ്ദം കേൾപ്പിച്ചു, എന്നാൽ താങ്കളുടെ അടുത്ത് വല്ല സഹായമുണ്ടെങ്കിൽ സഹായിക്കണേ. ഇനി എന്റെ ഗണ്ഡനം കേട്ടോളീൻ. നമ്മുടെ വിഷയവുമായി എത്രത്തോളം ഇത് അക്കാലഘട്ടത്തിൽ ഇവർ പ്രചരിപ്പിച്ചതിന്റെ അവസ്ഥാവിശേഷങ്ങൾ, ചോദ്യത്തിലെ വിഷയവും മുസ്ലിയാർ അവതരിപ്പിക്കുന്ന രേഖയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ആർക്കാവിടെ തെറ്റുപറ്റിയത്? ഹാജർ അത്യധികം വിഷമം കൊടുമ്പിരിക്കൊണ്ടുന്ന സമയത്ത്, ഒരു മനുഷ്യനെ കാണാൻ അങ്ങേയറ്റം കൊതിച്ച സമയത്ത് ഒരു ശബ്ദം കേട്ടു. അപ്പോൾ നിങ്ങളാൽ വല്ല കഴിവുമുണ്ടെങ്കിൽ സഹായിക്കുക എന്നാവശ്യപ്പെട്ടു. ഇതാണ് ഹദീസിലുള്ളത്. വൈദീശയെ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടുന്നതും ഈ നിലക്കാണോ? വല്ല ശബ്ദവും കേട്ടിട്ടാണോ അവർ തേടുന്നത്? എന്താണ് ഈ മുസ്ലിയാർ പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഈ ലേഖനം അവസാനിക്കുന്നത്. ഇനി ഈ ലേഖനം ഉമർ മൗലവി എഴുതിയതല്ല. ഇത്രയും പറഞ്ഞിട്ട് നിങ്ങളെ തെറ്റിന് കൃത്യമായിട്ട് മനസ്സിലായിക്കൊള്ളി. ഇത് എഴുതിയത് നമ്മുടെ മുൻ ട്രഷറർ പാലത്ത് അബ്ദുർ റഹ്മാൻ മദനി. ഇത് എഴുതിപ്പിച്ചത് ഉമർ മൗലവി. ഇത് പരിശോധിച്ചത് ഉമർ മൗലവി. ഇത് അംഗീകരിച്ചത് ഉമർ മൗലവി. ഇതാണ് എന്റെ വാദം എന്ന് അദ്ദേഹം പറഞ്ഞു. നമുക്ക് ചർച്ച ചെയ്യാം, നമുക്കിതിൽ വായിക്കാം, കേട്ടോളി. അല്ലെങ്കിൽ എന്ത് പറയുന്നറിയോ? കുട്ടിയായിരുന്ന കാലത്ത്, മദീനത്തുൽ ഉലൂം പഠിക്കുന്ന കാലത്ത് അബ്ദുർ റഹ്മാൻ മദനി എഴുതിയല്ലേ? അപ്പൊ ഇതിൽ തെറ്റുണ്ടാവും. ആണോ? നമുക്ക് പരിശോധിക്കാം. ആരാ പാലത്ത് അബ്ദുർ റഹ്മാൻ മദനി? ഞാൻ പറയണ്ടല്ലോ. പാലത്ത് അബ്ദുർ റഹ്മാൻ മദനി മദീനത്തുൽ ഉലൂം അറബിക് കോളേജ്. കേട്ടോളി. ഇനി ഇതിനെ സംബന്ധിച്ച് ഉമർ മൗലവി പറയാണ്. കാരണം നാളെ പിറ്റേന്ന് അത് അബ്ദുർ റഹ്മാൻ മദനി പാലത്ത് എന്ന കുട്ടിന്റെ അഭിപ്രായമല്ലേ എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ പത്രാധിപർ എന്ന നിലക്ക് അതിനെ ക്ലിയർ ചെയ്തു അവതാരി. കേട്ടോളൂ ആ ഭാഗം. ഈ ചോദ്യം കിട്ടിയപ്പോൾ ഇതിന് ഖണ്ഡനം എഴുതി തരുവാനായി പുളിക്കൽ അറബിക് കോളേജിലെ ഒരു വിദ്യാർത്ഥിയെ ഏൽപ്പിച്ചു. ഉമർ മൗലവിന്റെ പ്രതീക്ഷയും വാക്കും കേട്ടോളിട്ടോ. അബ്ദുർ റഹ്മാൻ പാലത്ത് തലയെടുപ്പുള്ള സുന്നി മുസ്ലിയാക്കൾ എല്ലാവരും അവതരിപ്പിക്കാറുള്ള രേഖയാണിവ. അവ എത്രത്തോളം പര്യാപ്തമായ രേഖകളാണ്. അതായത് ആ രേഖകൾ അവരുടെ വാദം തെളിയിക്കാൻ തരപ്പെട്ടവയാണോ എന്ന് പരിശോധിക്കുവാൻ നമ്മുടെ ഒരു ചെറിയ വിദ്യാർത്ഥി മതി. എന്തേ മറുപടി കൊടുക്കായിരുന്നത്? ഒരു ചെറിയ കുട്ടി മതി. ആ കുട്ടിക്ക് തിരിയും മൈലിയാരെ നിങ്ങൾ പറഞ്ഞ വാദത്തിന്റെ നിജസ്ഥിതി. ഏതാ കുട്ടി? നമ്മുടെ മുൻ ട്രഷറർ പാലത്ത് അബ്ദുർ റഹ്മാൻ മദനി. ഇന്ന് അദ്ദേഹത്തിന്റെ ഫോൺ ഫുൾ ടൈം ഓഫ് ആണെന്ന് കേൾക്കുന്നു. കേൾക്കുക മാത്രല്ല, ആദ്യം വിളിച്ചു നമ്മുടെ ഒരു പ്രവർത്തകൻ. ഞാനോ ശരിക്കോ എന്ത് തോന്നിയാ നീ പറയുന്നൊക്കെ ചോദിച്ചു. അപ്പൊ നിങ്ങളല്ലേ മൗലവി ചോദിച്ചു. പിന്നെണ്ട് മൗലവി ഇങ്ങോട്ട് വിളിക്കണേ, മോനെ എവിടെ എന്തെങ്കിലും ആലോചിച്ചു. പിന്നെ പോണോ? കേട്ടോളി. ഇനി കേട്ടോളി. മൗലവി പറയാണ്, ഉമർ മൗലവി പറയുന്നത് കേട്ടോളി. ഒരു ചെറിയ കുട്ടി വിദ്യാർത്ഥി മതി, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. എനിക്ക് എഴുതാൻ കഴിയാത്തോണ്ടല്ല, ഞാൻ ഇടപെടേണ്ട കാര്യമില്ല. ജമിയത്തുൽ ഉലമയുടെ ഒരു പ്രസിഡന്റ് വേണ്ട, മദീനത്തുൽ ഉലൂം പഠിക്കുന്ന ഒരു പയ്യൻ മതി. അടുത്ത വാചകം കേട്ടോളിട്ടോ. ഇതൊക്കെ പറയുമ്പോ ഒരുപക്ഷെ മറുപടി ഉണ്ടോ? മറുപടി പല കോലത്തിൽ മറുപടി ഉണ്ട് എന്ന് പറഞ്ഞൊരു മൈലിയാരങ്ങൾ കേൾക്കല്ലേ ഈ മൂവർ സംഘത്തിൽ. മൂപ്പർക്ക് പലതിനും കോട്ടി മാറ്റാൻ. മൂപ്പരെന്തും പറയും, എന്തും പറഞ്ഞു കളയും, എന്തും ചെയ്തു കളയും കേട്ടോ. അതുകൊണ്ട് മൂപ്പര് ഇനി ഒരു സത്യം ദുനിയാവ് പറഞ്ഞു, അത് വിശ്വസിക്കാൻ ആരാ കിട്ടുക? അത്രയേറെ ഇതിൽ കോട്ടിമാറ്റൽ കരുതി. ഇനി കേട്ടോളി. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പണ്ഡിതന്മാരെ നേരെ KJയുടെ ആളുകൾ ഇതിനകത്ത് കൊച്ചു കുട്ടിക്ക് പോലെ ഇതിന് മറുപടി എടുക്കാൻ കഴിയും. മുജാഹിദ് സ്ഥാനത്തിൽ ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിക്ക് മിണ്ടാൻ കഴിഞ്ഞോ?
കഴിഞ്ഞോ? അതിനെ നയിക്കുന്ന വലിയ വലിയ ഹോജാക്കൾ എന്ന് പറയുന്നവർക്ക് എത്രത്തോളാ പറഞ്ഞ് എന്റെ ശിഷ്യന്റെ ശിഷ്യന്റെ ശിഷ്യൻ മതി ജാമ്യയിൽ പറഞ്ഞ നിനക്കറിയാ, നിനക്ക് മറുപടി അറിയാൻ ശിഷ്യന്റെ ഇന്ന് വരെ കണ്ടിട്ടില്ല. എല്ലാ വേദിയിലും ആരുണ്ട്? KJ പണ്ഡിതന്മാരുണ്ട്, KNM. ഇപ്പൊ എനിക്കൊരു സംശയവും, ഇത് പ്രഖ്യാപിച്ച ഈ ആക്രോശിച്ച മനുഷ്യന്റെ ശിഷ്യനാ TP? അല്ലെ നമുക്ക് മനസ്സിലാതുകൊണ്ടിരിക്കുകയാണ്. കാരണം നാളെ വരെ ശിഷ്യന്മാർ കണ്ടിട്ടില്ല. മദനി ഇവരൊക്കെ ശിഷ്യന്മാരാ ആണോ? നിങ്ങൾ ആലോചിച്ചു നോക്കണം എവിടെ എത്തിയിരിക്കും നമ്മുടെ ആളുകൾ. എനിക്ക് കേട്ടുള്ളൂ അടുത്ത വാചകം. ഈ മറുപടിയിലുള്ളത് പാലത്ത് അബ്ദുറഹ്മാൻ മദനിയുടെ അഭിപ്രായമല്ല, പിന്നെയോ സൽസബീലിന്റെ അഭിപ്രായം തന്നെയാകുന്നു. സൽസബീലിന്റെ എന്ന് പറഞ്ഞാൽ സൽസബീലിന്റെ ഉമർ മൗലവിയുടെ പരിശോധിച്ചിട്ട അല്ലെങ്കിൽ മൊയ്ലിയാക്കന്മാരെ ചോദ്യത്തിനാ മറുപടി. എനിക്ക് ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാണ്ട്. പഠിക്കാത്ത ഉമർ മൗലവിയെ പ്രസിഡന്റ് ആക്കിയത് എന്തിന്? ഓതി പഠിക്കാത്ത ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് അതിലൂടെ കടന്നു പോകുന്നവരെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ശിർക്കിന്റെ അംശമുണ്ടായിട്ട് അത് ഉമർ മൗലവി പ്രചരിപ്പിച്ചു, അവസരം നൽകി ശിർക്കിനെതിരെ ജീവൻ മുഴുവൻ ഒഴിഞ്ഞു വെച്ച് ഭീഷണികൾ നേരിട്ട് മർദ്ദന, താടന, ദണ്ഡന, പീഡനങ്ങൾ അനുഭവിച്ച ഉമർ മൗലവി സാഹിബ് ശിർക്കിന് വേണ്ടി. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവരൊക്കെ പിഴച്ചവർ, ഇവരൊക്കെ ശിർക്കിന്റെ പ്രചാരകര്, ഇവരൊക്കെ ബിംബാരാധനയുടെ പ്രചാരണത്തിന് ആക്കം കൂട്ടിയവര്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇവര് മാത്രം കേരളത്തിന്റെ ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ അറിവുള്ളവർ. നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ഈ സൽസബീലിന്റെ ലക്ഷം കോപ്പി നാളെ മുതൽ വിതരണം ചെയ്യാൻ അങ്ങാടിയിൽ, റെയിൽവേ സ്റ്റേഷനിൽ, എല്ലാ സ്ഥലത്തും. ഞങ്ങൾക്ക് ഉമർ മൗലവിയാണ് തൗഹീദ് പഠിപ്പിച്ചതെന്നാണ് അല്ലേ? അവൻ കേട്ടില്ലേ നിങ്ങളൊക്കെ? ഞങ്ങൾക്ക് ഉമർ മൗലവിന്റെ തൗഹീദാ ഞങ്ങളെ തൗഹീദ്. അപ്പോ നിങ്ങളെ തൗഹീദ് ശരിയല്ല. അപ്പൊ ഉമർ മൗലവി ഇപ്പൊ നിങ്ങളോടൊപ്പോ ഞങ്ങളോടൊപ്പോ. ഇനി പാലത്തദ്രി മുഹമ്മദിന്റെ അവസ്ഥ എന്താ ഇനി മുതൽ? ഇന്ന് പറയണല്ലോ, കുറച്ച് കഷ്ട. ഇനി ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇതൊക്കെ തിരുത്തുസാറാവുന്നു. നിങ്ങൾ വിചാരിക്കണ്ട, ഈ പോക്ക അവർ പോണെങ്കിൽ ഈ തിരുത്തം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, ന്യായീകരണം പ്രതീക്ഷിച്ചാൽ മതി. സത്യത്തിൽ ഇത്രയും കേട്ട സ്ഥിതിക്ക് എന്താ പറയേണ്ടത്? ഒറ്റ പ്രഖ്യാപനം മുജാഹിദുകളെ വിളിച്ചു കൂട്ടിയിട്ട് എന്ത് വമ്പിച്ച തെറ്റാ ഞങ്ങൾക്ക് 4-5 പേർക്ക് പറ്റിപ്പോയത്. ഞങ്ങൾക്ക് എന്തൊക്കെയോ ദുനിയാവുദ്ദേശവും പലതും ഉണ്ടായിരുന്നു, പലരോട് അസൂയ ഉണ്ടായിരുന്നു, വിരോധം ഉണ്ടായിരുന്നു. അത് തീർക്കാനുള്ള പണിയായിരുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് 5 നേരം തീർക്കണം, ഞങ്ങളിതാ പശ്ചാത്തലം പടച്ചോനേന്ന് അങ്ങനെ 5 പേര് ഒന്നിച്ച് നിന്നിട്ട് അത് തീർക്കുക. അപ്പൊ അള്ളാഹ് സ്വീകരിക്കും, ഒരു പ്രശ്നമില്ല. ISM ഇവിടെ ഒരു തകരാറും പറ്റിയിട്ടില്ല, MSM ഇവിടെ ഒരു തകരാറും പറ്റിയിട്ടില്ല, നമ്മുടെ KNM ഒരു തകരാറും പറ്റിയിട്ടില്ല, KJ പറ്റില്ല. കുറച്ചാളുകൾ ആ ആളുകളെ ശരിക്കും വിലയിരുത്തിയാൽ അവസാനിച്ചു. ഇനി ഞാൻ നിങ്ങളോട് 4 കാര്യം പറഞ്ഞോട്ടെ ഗൗരവമായി. ഈ ഹദീസ് 1200 വർഷമായിട്ട് ചർച്ച ചെയ്തല്ലോ. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ദുർവ്യാഖ്യാനിക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരോട്, യാ ഇബാദല്ലാഹ് ഈനൂനി എന്ന ഹദീസ് സഹാബിമാരിൽ ആരെങ്കിലും ഈ ഹദീസ് ലൈഫ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ ആരെ കൂട്ടരെ ഈ ഹദീസ് ലൈഫ എന്ന് പറഞ്ഞത്? ആരാ കൂട്ടരെ ഈ ഹദീസ് ലൈഫ എന്ന് പറഞ്ഞ്? ഉസൂലുൽ ഹദീസിന്റെ ആളുകൾ അല്ലേ? ലൈഫാണ് എന്നുള്ള അവരുടെ വാദത്തെ നമ്മൾ മുകളിലെടുത്തു. ഇതിൽ ശിർക്കില്ല എന്നുള്ളവരുടെ വാദം നമ്മൾ ഒഴിവാക്കുകയും ചെയ്തു. ഇതെന്താ ഇരട്ടത്താപ്പ? പോയിന്റാണ്, ശരിക്കും നോട്ട് ചെയ്തോളൂ. ഏത്? യാ ഇബാദല്ലാഹ് എന്ന ഹദീസ് ലൈഫാണ്, അതുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല. ശരിക്കും വരേണ്ട വാദം എങ്ങനെയാ? ഇവരുടെ വാദപ്രകാരം ഹദീസ് ലൈഫാണ്, അതുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല. മാത്രമാണോ ഇതിന്റെ മതന് ശിർക്കാട് ശിർക്ക്, ശിർക്കും ബയ്യിന എന്നല്ലേ പറയേണ്ടത്? എന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇതിന് മറുപടി ഇല്ലട്ടോ, ഇതിന് ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. എന്നാ മറുപടി? എന്താ വിശദീകരണം? യാ ഇബാദല്ലാഹ് ഈനൂനി എന്നുള്ള ഹദീസ് 2 കൂട്ടരും പറയണ്ടല്ലോ ലൈഫാൻ. നിങ്ങളോട് ആരെ പറഞ്ഞു? ഈ മുക്കൂട്ട് മുന്നണിയെ സ്വീകരിക്കുന്നവരോട് ആരെ പറഞ്ഞു? ഉസൂലുൽ ഹദീസിന്റെ ആളുകൾ. അത് നിങ്ങൾ മുകളിലേക്ക് എടുത്തു. ഇനി എന്റെ ചോദ്യം രണ്ടാമത്തെ, ഉസൂലുൽ ഹദീസിന്റെ ആളുകൾക്ക് ഹദീസ് ലൈഫും സഹീഹും തീരുമാനിക്കാനുള്ള അവകാശമേ ഉള്ളൂ, തൗഹീദും ശിർക്കും മനസ്സിലാക്കാൻ ആർക്കും അവകാശമില്ല. അത് ഞങ്ങൾക്ക് 3 ആക്കാണ് എന്നാണ് പറയേണ്ടത്. ആണോ? നിങ്ങൾ ശരിക്കും ചിന്തിക്കുക. പോയിന്റ് ലോകത്ത് ഈ ഹദീസ് ചർച്ച ചെയ്ത മുഴുവൻ മുഹദ്ദിസീങ്ങളും എന്തേ പറഞ്ഞിട്ടുള്ളൂ? ഹദീസ് ലൈഫാണ്, ഇതുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല. തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസയുമായി ഇതിനൊരു ബന്ധമില്ല. അതാ സൽസബീല് കേട്ടോളി, ഒന്നുകൂടി വായിച്ചു തരാം.
ഒന്നുകൂടി വായിച്ചു തരാം, നന്നായിട്ട് കേട്ട് പഠിച്ചോളൂ പ്രിയപ്പെട്ടവരെ. അതെന്താണ്? ഹദീസ് ബലഹീനമാണെന്നതിൽ തർക്കമില്ല. ഉണ്ടോ? ഹദീസ് ബലഹീനമാണെന്നതിൽ തർക്കമില്ല. കാരണം ഇതിന്റെ പരമ്പരയിൽ സയ്യിദ് ബിൻ അലി എന്ന ആൾ ഉത്ബയെ കണ്ടിട്ടില്ല. അതിനാൽ സനദ് ഇടമുറിഞ്ഞത് നിമിത്തം തള്ളപ്പെട്ടിരിക്കുന്നു. മജ്മൂ സവായിദ് തീർന്നില്ല. ഇനി ഹദീസ് സഹിയാണെന്ന് വെറുതെ സങ്കല്പിച്ചാൽ തന്നെയും വാദവിഷയവും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇതിന്റെ മത്തിനിൽ ശിർക്കുണ്ട് എന്നാണോ? ആണോ പ്രിയപ്പെട്ടവരെ? ഇനി നോക്ക്, അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് എന്ന താബീന്റെ മുമ്പിൽ ഈ ഹദീസ് ചർച്ചയായപ്പോ സനദ് ക്ലിയർ അല്ല, അതുകൊണ്ട് ഞാൻ അമൽ ചെയ്യൂല. ഇനി തിരിച്ചിന്തിച്ചോ, സനദ് ക്ലിയർ ആണെങ്കിൽ ഞാൻ അമൽ ചെയ്യും. ഇനി ഇവരുടെ വാദപ്രകാരം ചിന്തിച്ചോ, സനദ് കൃത്യമാണെങ്കിൽ യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ച് ഞാൻ മുശ്രിക്കാകുന്നു. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. ആർക്കാ ഇവിടെ തെറ്റുപറ്റിയത് പ്രിയപ്പെട്ടവരെ? ആർക്കാണ് ഇവിടെ കുഴപ്പം സംഭവിച്ചത്? വളരെ സ്നേഹത്തോടു കൂടി ഇതൊക്കെ നേതാക്കന്മാരോടും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരോട്, ഇന്നെങ്ങാനും നിങ്ങൾ മരിച്ചാൽ എന്താ നിങ്ങളുടെ അവസ്ഥ? ഇന്നെങ്ങാനും നിങ്ങൾ മരിച്ചാൽ എന്താ നിങ്ങളുടെ അവസ്ഥ? ഗൗരവമായി നിങ്ങളത് ഓർക്കണം. ഇത് ശരിയല്ല. നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ഇനി ഞാൻ പറയുന്ന 2 പോയിന്റ് ഒരു കാരണവശാലും ഈ വിഷയത്തിൽ വിട്ടുപോകാതെ നിങ്ങൾ ഓർക്കണം. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലല്ലാതെ ലോകത്ത് സലഫികളുണ്ടോ? ഉണ്ടോ? ഉണ്ടെന്ന് നമ്മൾ പറയും. ഇവര് പറയും, പക്ഷെ ഇവര് വിശ്വസിക്കുന്നില്ല ലോക സലഫികൾ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ കൊണ്ടെടുക്കണതോ അൽബാനിന്റെ ഒരു കഷ്ടം, ഇബ്നു ബാസിന്റെ ലജ്നത്തുൽ ദായിമ. അതാരാ? കേരളത്തിലെ സലഫി പണ്ഡിതന്മാരാ? കേരളത്തിൽ പണ്ഡിതന്മാരില്ലേ എന്നാ ചോദിച്ചേ. അത് കേരളത്തിലെ പണ്ഡിതൻ ഞങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലോ. ജമിയത്തുൽ ഉലമന്റെ ഇവിടുത്തെ പ്രസിഡന്റ് ആയിരുന്നു അൽബാനിന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ഇവരൊക്കെ അവിടെ ഉള്ളത് തന്നെ. അപ്പൊ ഇവർക്ക് അനുകൂലമായി ദുർവ്യാഖ്യാനിക്കാൻ പറ്റുന്നത് എടുക്കുക. നമ്മൾ പറയുന്നത് എന്താണ്? ഗൗരവമായിട്ട് ആലോചിക്കുക. ഇനി നിങ്ങളോട് പറയുന്ന പോയിന്റ് നിങ്ങൾ മറക്കരുത്. ലോകത്ത് സൗദി അറേബ്യയിൽ, UAE-യിൽ, ഒമാനിലെ വലിയൊരു ഷെയ്ഖിനോട് കഴിഞ്ഞ 3 ആഴ്ചകൾക്ക് മുമ്പ് ചോദിച്ചു, യാ ഇബാദല്ലാഹി നൂനി ശിർക്കാണോ? ആര് പറഞ്ഞു നിങ്ങളോട് യാ ഇബാദല്ലാഹി നൂനി എന്ന ഹദീസ് ദുർബലമാണ്, അതുകൊണ്ട് അമൽ ചെയ്യരുത്? പക്ഷേ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഹാസക്ക് അതിന് തെളിവില്ല. തീർന്നില്ല. UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അവിടുത്തെ ഔഖാഫ് മന്ത്രാലയത്തിന് ഈ വിഷയമായി 3 മാസങ്ങൾക്ക് മുമ്പ് ഒരു ചോദ്യം ചോദിച്ചു. ഏറ്റവും കൂടുതൽ ശിർക്ക് പ്രചരിപ്പിക്കുന്ന അബുദാബി ബേസ്ഡ് കാന്തപുരത്തിനൊക്കെ മുടി വ്യവസായത്തിന് സാധ്യത കൊടുത്ത അബുദാബി ഉൾക്കൊള്ളുന്ന ഔഖാഫ് മന്ത്രാലയം യാ ഇബാദല്ലാഹ് അയീനൂനി എന്നതിൽ ശിർക്കില്ല, ഹദീസ് ദഈഫാണ്, അതുകൊണ്ട് അമൽ ചെയ്യരുത് എന്ന് കണിശമായി അവർ പറഞ്ഞു. തീർന്നില്ല. ഇനി വെടിക്കെട്ട് വരാൻ പോകുന്നു ലജ്നത്തുൽ ദായിമയുടെ. കാത്തിരുന്നോളൂ, കണ്ണിൽ ഓടി ഒളിച്ചോളൂ, ഏത് മട്ടത്തിൽ പോയി ഒളിച്ചോളൂ. രക്ഷയില്ല നിങ്ങൾക്ക്. പശ്ചാത്താപം ഒറ്റക്ക് പോരാ, കൂട്ടായി നിന്ന് പശ്ചാത്തപിച്ചോളി. രക്ഷയില്ല നിങ്ങൾക്ക് രക്ഷയില്ല. നിങ്ങൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരു നേതൃത്വത്തിനും ഈ ഹൈജാക്ക് ചെയ്യപ്പെട്ട ലീഡർമാരെ പോലെ ഒരു പണ്ഡിത സമൂഹത്തിനും സംഭവിച്ചിട്ടില്ലെന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. തീർന്നില്ല. ഒരു കാര്യം കൂടി, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇബാദല്ലാഹ് ചർച്ച ചെയ്തു, അതുപോലെ ഷൗക്കാനി ചർച്ച ചെയ്തു, അനവധി പണ്ഡിതന്മാർ ചർച്ച ചെയ്തു, അതുപോലെ പിന്നെ നാസറുദ്ദീൻ അൽബാനി ചർച്ച ചെയ്തു. ഇബ്നു ബാസ് പറഞ്ഞു, എന്നാൽ നിങ്ങൾ കേട്ടോളൂ, അവരാരെങ്കിലും യാ ഇബാദല്ലാഹിൽ ശിർക്കില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇവർ ശിർക്കിന്റെ പ്രചാരകരാണെന്ന് മറ്റൊരു സലഫി പണ്ഡിതൻ ഇവർക്കെതിരെ ആരോപിച്ചിട്ടുണ്ടോ? കേരളത്തിലല്ലാതെ ലോകത്തെവിടെയെങ്കിലും സലഫികൾക്കിടയിൽ പരസ്പരം മുശ്രിക്കുകളുണ്ട്, ശിർക്കിന്റെ പ്രചാരകരുണ്ട്, അത് ശിർക്ക് തന്നെ എന്ന് പരസ്പരം പറഞ്ഞ് പരസ്പരം മുശ്രിക്കാക്കി തമ്മിൽ തട്ടിയ ഒരു സലഫി സംഘടന ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ? ഇവിടെ മാത്രമാണ് ഇത് നടന്നത് എന്ന് നിങ്ങൾ അറിയണം. എത്ര ഖേദകരമാണ്. അപ്പൊ ഏറ്റവും വലിയ അബദ്ധം ഇവിടുത്തെ നമ്മുടെ ഇപ്പോഴത്തെ ചില ആളുകൾക്ക്, എണ്ണപ്പെട്ട ആളുകൾക്ക് സംഭവിച്ചു എന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് ഈ അവസരം കിട്ടും. സഹോദരങ്ങളെ, മുഹദ്ദിസീങ്ങൾ ആരും ഈ ഹദീസിൽ ലോഫുണ്ട്, ഇത് അമലിന് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവരാരും ഇതിൽ ശിർക്ക് എന്ന അപകടവുമുണ്ട് എന്നവരാരും പറഞ്ഞില്ല. ഈ പോയിന്റ് ഗൗരവമായി എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിന്റെ വേദന എത്രേ നമുക്കറിയില്ലല്ലോ. അതേ, സ്വന്തം മകൻ മരിച്ചതിനേക്കാൾ വേദനയുണ്ട് നമുക്ക്.
നമുക്കുണ്ടാവേദന. ആ വേദന നിങ്ങൾ അറിയണം സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ഈ ഭാഗം നിങ്ങൾക്ക് വളരെ ക്ലിയറായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി എന്തെല്ലാം വരാൻ പോകുന്നു ഈ വിഷയത്തിൽ സഹോദരങ്ങളെ, അതുകൊണ്ട് തിരുത്താൻ നിങ്ങൾ ആവശ്യപ്പെടണം. ഗൗരവപ്പെട്ട ചില വിഷയങ്ങളിലേക്ക് ഇനി ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. എന്തിനാ പ്രിയപ്പെട്ടവരെ, എന്തിനാ സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ സംഘടന? പല ആളുകളും സംഘടനക്കെതിരാണ് നമ്മൾ എന്ന് പറയുന്നു. ഞെട്ടിപ്പിക്കുന്ന, നിങ്ങൾ നോക്കി, എന്റെ പേരിൽ ഗുരുതരമായി മുജാഹിദ് സെന്ററിൽ കൂടിയ ഒരു വലിയ മീറ്റിംഗിൽ എനിക്കെതിരെ ഞാൻ നേരത്തെ കാണിച്ച് ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി ഒരു തെളിവ് പറയുന്നുണ്ട്, ഒരു നുണ പറയുന്നു. ഞാനിങ്ങനെ മൊബൈൽ ഉയർത്തി കാണിച്ച് ഞാൻ പറഞ്ഞു അത്രേ, ഇതാണ് പ്രധാനം, മൊബൈലാണ് പ്രധാനം, ഈ കവർ അതിന്റെ സേഫ്റ്റിക്കാണ്, അതുപോലെ മുജാഹിദ് ബാലുശ്ശേരിയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രധാനം, മുജാഹിദ് ബാലുശ്ശേരി ഇല്ലാത്ത പ്രസ്ഥാനം മൊബൈൽ ഇല്ലാത്ത കവർ പോലെ എന്ന് ഞാൻ പറഞ്ഞു എന്ന് എന്റെ പേരിൽ വമ്പിച്ച ഒരു നുണപ്രചരണം ഇവിടെ നടക്കുന്നുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് നടത്തുന്നു. എനിക്ക് വേദനയുണ്ട് സഹോദരങ്ങളെ. നിങ്ങൾ ഓരോന്നും കേട്ട് ഓർത്ത് പഠിച്ച് മനസ്സിലാക്കി മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിൽ ഇതൊന്നും ശരിയാവില്ല, ഇത് മുതൽ കൂട്ടാവില്ല. അതേ, വലക്കത് ജയിത്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ വസീകല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറാ വഅൻദർതുകും നാറൻ തലല്ലാ എന്ന നരകത്തെ കുറിച്ചുള്ള ഓർമ്മകൾ ഈ വിഷയത്തിൽ നമുക്കുണ്ടാകണം. നമുക്ക് അദ്ദേഹത്തോട് വെറുപ്പില്ല. ആ നുണ പറയുന്നത് ശരിയല്ല. അദ്ദേഹത്തിന്റെ പരലോകമാണ് നഷ്ടപ്പെടുക, അദ്ദേഹത്തിന്റെ സ്ഥാനമാണ് ഇല്ലാതാവുക, ജനമനസ്സുകളിൽ നിന്ന് അദ്ദേഹം നിഷ്കാസിതനാകും. അതിൽ നമുക്ക് വിഷമമുണ്ട്. അവരോടൊപ്പം കൂടിയവർ അവരെ നശിപ്പിച്ചിട്ടേ ഉള്ളൂ. ഞങ്ങൾ നിങ്ങളെ തിരുത്തുകയാണ് സഹോദരങ്ങളെ, അതിനുള്ള ധൈര്യം കാണിക്കുകയാണ്. ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. എറണാകുളത്തെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച്, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരു യോഗം സംഘടിപ്പിച്ചു. സ്റ്റേഡിയത്തിന്റെ വലിപ്പമുള്ളൂ. ഏതായിരുന്നാലും അതിൻ്റെ ഒരു മൂലയിൽ ഒരു സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിലെ പ്രസംഗങ്ങൾ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ പറയുന്നില്ല, കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കേട്ടോ? അതിൽ ഒരു വലിയ പ്രാസംഗികൻ, നമ്മളെ അയാൾ ഇല്ലെങ്കിലും ഒന്നുമില്ല, ഒരു മൊബൈലിന്റെ കവർ പോലെയായി മാറുന്ന ഈ പ്രസ്ഥാനം. അയാൾ ഇല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിന്റെ കവർ എങ്ങനെയാണോ ഈ സംഘടന അങ്ങനെയാകുന്നാണ് അയാൾ പറഞ്ഞത്. ഒന്നും ഒരു കാര്യമില്ല. ഈ പരസ്യമായി അവിടെ വെച്ച്, ഇത് ഞാൻ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ള പ്രസംഗമല്ല, ഞാൻ കേട്ട പ്രസംഗം. നിങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കേൾക്കുക. അതിനെ സഹിക്കാൻ ഇവിടെ ഏത് കല്ലൂര് വെച്ച് ഞാൻ പറഞ്ഞത്രേ, മുജാഹിദ് ബാലുശ്ശേരി ഇല്ലാത്ത പ്രസ്ഥാനം മൊബൈൽ കവർ പോലെയാണ്. ഇതെന്നോട് ആരും പറഞ്ഞതല്ല, ഞാൻ നേരിട്ട് കേട്ടതാണ്. നഊദു ബില്ലാഹ്. പടച്ചവനെ, കാലമാദല്ലാ. എന്താ ഈ കേൾക്കുന്നത്? ഈ അടുത്ത കഴിഞ്ഞ ആഴ്ച നടന്നതിനെ പറ്റിയാ പറയുന്നത്. കല്ലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തെ ആദ്യം മൂപ്പരൊന്ന് വലുതാക്കി, അതിന്റെ ഒരു മൂലയില് നമ്മൾ സമ്മേളനം നടത്തിയിരുന്ന, നമ്മുടെ സമ്മേളനം അങ്ങനെ ആയിരുന്നല്ലോ, കല്ലൂർ സ്റ്റേഡിയം മുഴുവനും നിറഞ്ഞിരിക്കുന്നതായിരുന്നു നമ്മുടെ സ്റ്റേറ്റ് സമ്മേളനം. എന്തിനാ ഈ പുച്ഛിക്കുന്നത്? എന്തിനാ പുച്ഛിക്കുന്നത്? ആളുകൾ വന്നു അവിടെ, ആളുകൾ കേട്ടു അവിടെ. ഞാൻ എന്താ കല്ലൂരിൽ പറഞ്ഞത്? ഞാനത് എനിക്കെതിരെ ഇദ്ദേഹം മാത്രമല്ല, ഈ മൂവർ സംഘത്തിന്റെ ലീഡറും ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തിന് നുണ പറയണം? നിങ്ങൾ എന്ത് പറ്റി നിങ്ങൾക്ക്? ജീവിതത്തിൽ ഒരിക്കലും സത്യം പറയില്ല എന്ന് നിങ്ങളെ കൊണ്ട് ആര് തീരുമാനിപ്പിച്ചു? എന്തൊരു കഥയാണല്ല ഇത്, എന്തൊരു കഥയാണല്ല. എന്താ പറയുന്നത്? ആരും എന്നോട് പറഞ്ഞതല്ല, ഞാൻ നേരിട്ട് കേട്ടതാണ്. കല്ലൂരിലെ പ്രസംഗം ഇവിടെയുണ്ട്. അതെ സഹോദരങ്ങളെ, എന്താണ് അവിടെ പറഞ്ഞതെന്ന് കേട്ടവർ ബൈലക്സിൽ അതുണ്ട്, യൂട്യൂബിൽ അതുണ്ട്, റേഡിയോയിൽ അതുണ്ട്. എന്തിന് ഈ നേതാവ് ഈ നുണ പറയണം? എന്റെ പേരിൽ അയാൾ എന്തൊക്കെ നുണ പറയുന്നുണ്ടെന്നറിയുമോ? ബ്രിഡ്ജുൽ അറബ് ബോംബിട്ട് തകർക്കാൻ ഞാൻ പറഞ്ഞു എന്ന് എന്റെ പേരിൽ എത്ര കാലമായി ഇത് പറയുന്നു? കഴിഞ്ഞ 4-5 വർഷമായി ഞാൻ പറയുന്നു, ഞാനത് പറഞ്ഞിട്ടില്ല. അത് ബോധ്യപ്പെട്ടിട്ടും പിന്നെയും അത് പറയുന്നു, ഇപ്പോഴും അത് പറയുന്നു. അതുപോലെ പല പല കാര്യങ്ങളും, അതിലേറ്റവും പ്രധാനമാണിത്.
ഇത് നിങ്ങൾ ശരിക്കൊന്ന് കേട്ടോളൂ. ഞാൻ എന്താ പറഞ്ഞത്, ഞാൻ എന്താ വിശദീകരിച്ചത്? എന്റെ പ്രിയപ്പെട്ടവരെ, പണ്ട് ഖുറാഫികൾ അടിപ്പാവാട പോലെയുള്ള ക്ലിപ്പിങ്ങുകൾ ഇട്ട് അതുപോലെ സുന്നിക്കുട്ടികളെ കഴുത്തുമുരുണ്ടാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പേരിലെ ക്ലിപ്പിംഗ് പോലെ നിലവാരമില്ലാത്ത ഈ പ്രസ്താവനകൾ അവസാനിപ്പിക്കണം നിങ്ങളുടെ പരലോകത്തിന് വേണ്ടി. ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. ഒരു ഉദാഹരണം പറഞ്ഞ ഇതൊരു മൊബൈലാണ്, ഉദാഹരണം ക്ലിക്ക് ചെയ്യാതെ പോലെ ഇതൊരു മൊബൈലാണ്. ഇത് മൊബൈലിന്റെ കവറാണ്. മാജിക് കാണിക്കൊന്നല്ല, പഠിച്ചോളി, മനസ്സിലാക്കി. ഇതാണ് മൊബൈൽ. ഇതിനാണ് പ്രാധാന്യം. ഇത് താഴെ വീണ് ഉടയാതിരിക്കാനുള്ള സേഫ്റ്റിയാണ് ഈ കവർ. ഒരാൾക്ക് മൊബൈൽ പൊട്ടിയാലും മണ്ടിയില്ല, ചതഞ്ഞാലും മണ്ടിയില്ല, സിം കാർഡ് പോയാലും മണ്ടിയില്ല, ഇതിനൊന്നും പറ്റരുത് എന്നൊരു ടീം തീരുമാനിച്ചാലോ അതുപോലെയാണ് നമ്മൾ. സംഘടന എന്തിനാ? ഇത് പ്രൊട്ടക്ട് ചെയ്യാനാ. ഏതുപോലെ ജ്വല്ലറി പോയി, ജ്വല്ലറിയിൽ നിന്ന് 2 പവൻ സ്വർണം വാങ്ങി. അപ്പൊ ഒരു പെട്ടിയിൽ ഇട്ട് കൊടുത്തു, ഒരു ചുവന്ന കടലാസിലാണ്. ഒരുത്ത സ്വർണം കളഞ്ഞ് പെട്ടി മുറുക്കി പിടിച്ച്. ഓനെ പോലെ പെട്ടി ഈ ഭൂമിയിൽ വേറുണ്ടോ? ഇനി നിങ്ങൾ കേട്ടോ, ഓരോ കാര്യങ്ങൾ ഞാൻ എന്നെ സ്ട്രൈക്ക് ചെയ്തേ. ആദർശപരവും സംഘടനാപരവുമായ ഒരു തെറ്റ് ചെയ്താൽ ആജീവനാന്തം പുറത്ത്, ആദർശപരമായി തെറ്റ് ചെയ്ത 1 കൊല്ലം പുറത്ത്. നമുക്ക് ഏതാ വലുത്? ഇത് കൃത്യമായ രേഖയാണ് ഞാൻ വഹിക്കുന്നത്, നിഷേധിക്കാനാവാത്ത രേഖയെന്ന്. ഏത്? ആദർശപരമായി ഗുരുതരമായ പാപം ചെയ്തു. ബുഖാരിയെ തള്ളിക്കളഞ്ഞു, ഹദീസ് നിഷേധിച്ചു, ഷഹാദത്ത് കലിമയുടെ 2ാം ഭാഗം നിഷേധിച്ചു, കൊച്ചാക്കി. അയാൾക്ക് 1 വർഷം പണിഷ്മെന്റ്. സംഘടനാപരമായി ചെയ്താലോ ആജീവനാന്തം പുറത്ത്. നമുക്ക് ആദർശമാണോ വലുത്, സംഘടനയാണോ? ഇനിയും തിരിച്ചറിയുന്നില്ലേ? ആയിക്കോ പോയിക്കോ, നിന്നെ കുറിച്ച് എന്നെ കുറിച്ച്. അത് സമസ്തക്കാർക്കെതിരെ ഓതാനല്ല, മനുഷ്യകുലത്തിന് മുഴുവനെതിരെ ഓതാൻ. സഹോദരങ്ങളെ കേട്ടോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ ഈ നേതാവ് പറഞ്ഞ പോലൊരു വാദം തോന്നിയോ? പറയൂ, സത്യസന്ധമായി നിങ്ങൾ പറയൂ. ഇത് ശരിയാണോ? ഈ നുണപ്രചരണം കൊണ്ട് ഇഹലോകത്ത് മെച്ചമുണ്ടോ? ഇപ്പൊ ആരാ നിന്ദ്യനായത്? നിങ്ങളുടെ മനസ്സിൽ പോലും വെറുപ്പുണ്ടായില്ലേ? എന്താ കാരണം? നുണ പറയാണ്, കളവ് പറയാണ്. പടച്ചോൻ വിടോ, അള്ളാഹുവിലേക്ക് വിടുകയാണ് നമ്മൾ. അങ്ങനെ പറയോ നമ്മൾ? സഹോദരങ്ങളെ, അങ്ങനെയുള്ളവൻ പറയൂ. ഞാൻ പറഞ്ഞത് എന്താണ്? ആദർശമാണ് പ്രധാനം, അതിന് കോട്ടം തട്ടിക്കരുത്. നേരത്തെ ലബാദാരി പറഞ്ഞില്ലേ, അതിനൊരു പോറലേൽക്കരുത്. നേരെ മറിച്ച് സംഘടനക്കൊന്നും പറ്റരുത്, ആദർശം എന്തായാ കുഴപ്പമില്ല എന്ന് പറയുന്നതിനെതിരെയാണ് നമ്മൾ ശബ്ദിച്ചത്. ഇനി കലൂരിൽ, ഇത് പാലപ്പെട്ടിയിൽ പറഞ്ഞ അങ്ങോട്ട് കേട്ടെ, കലൂരിൽ എന്താ പറഞ്ഞത് അത് നിങ്ങൾ കേട്ടോളൂ. ഞാന് സംഘടന എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണിന്റെ ഈ കവർ പോലെയെന്ന് ഒരു ഉദാഹരണ സഹിതം പഠിപ്പിച്ചിരുന്നു പാലപ്പെട്ടിയിൽ. അതിനൊരു പേപ്പർ, ഫുൾ പേപ്പർ ആ ഡോക്ടർ ലേഖനം എഴുതിയത് വിചിന്തനത്തില് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ എത്രമാത്രം സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടില്ലേ ഓരോന്നും. ഞാൻ ജനങ്ങളോട് എന്ത് പറഞ്ഞിരുന്നു? സംഘടന എന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ ഫോണിന്റെ കവർ പോലെയാണ്. കാരണം എന്താ? ഈ മൊബൈലാണ് പ്രധാനം. ഇതിന്റെ സേഫ്റ്റിക്കാണ് ഈ കവർ. ഒരാള് ഇത് തച്ചു പൊട്ടിക്കാനായിട്ട് ഈ കവർ മുറുക്കി പിടിച്ചു വിട്ടു കൊടുക്കൂല. ഞാൻ ഷഹീദാവും എന്ന് പറഞ്ഞാലോ? ആ ഉദാഹരണം പറഞ്ഞാൽ നന്നായിട്ട് അങ്ങ് നെഞ്ഞു കിട്ടി. അപ്പോ ഒരൊറ്റ പേപ്പർ ലേഖനം എഴുത്താ. സഹോദരങ്ങളെ, ഈ കലൂരില് നേരിട്ട് കെട്ടുവാ നേതാവ് എന്നാണ്. എന്തിനായത്? ഉത്തരവാദിത്തപ്പെട്ട CD ടവറിലെ മീറ്റിംഗിലാണ് ഇത് പറയുന്നത്. നിങ്ങളെ കേൾപ്പിച്ചുവല്ലോ, വെറുതെ പറഞ്ഞതല്ല. സത്യത്തിൽ നിങ്ങൾ ഒന്നറിയണം, പലപ്പോഴും നമ്മൾ സംഘടനയെ എന്തിനാ നമ്മൾ സ്നേഹിച്ചത്? ആദർശത്തിന്റെ പേരിലല്ലേ? ഈ സംഘടനയുടെ വ്യതിരിക്തത എന്താണ്? ഖുർആനും സുന്നത്തും സച്ചരിതരായ സലഫുകൾ നമുക്ക് പഠിപ്പിച്ചു തന്ന പോലെ ഒരാളുടെ മുമ്പിൽ ഹദീസ് വരുന്നു, ഒരാളുടെ മുമ്പിൽ ആദർശം വരുന്നു, ഒരാളുടെ മുമ്പിൽ സംഘടന വരുന്നു. പോയിന്റ്. സംഘടന നമ്മുടേതാണ്, അത് പിളർക്കാൻ നമ്മൾ അനുവദിക്കില്ല. സംഘടനക്കെതിരായി ഒരിക്കൽ പോലും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. എന്താ കാര്യം? നിങ്ങൾ അറിഞ്ഞോ? ഇത് വിചിന്തനമാണ്. ഞാനിത് പറഞ്ഞത് വിചിന്തനത്തിൽ KK സക്കരിയ സ്വലാഹിയെ സംഘടനയിൽ നിന്ന് നീക്കം ചെയ്തു. സത്യത്തിൽ നീതിബോധമുണ്ടെങ്കിൽ എന്താ വരേണ്ടത്? സ്വലാഹിയെയും ഇരുവേറ്റിയെയും സംഘടനയിൽ നീക്കം ചെയ്തു എന്നാ വരേണ്ടത്. അല്ലെ അവർക്കെതിരെ ശിക്ഷാ നടപടി എടുത്തു എന്നാ വേണ്ടത്. ഇരുവേറ്റിയെ വിട്ടുകളഞ്ഞു. ഞാൻ ആ ഭാഗം വായിക്കാം. ആദർശരംഗത്തും സംഘടനാ രംഗത്തും ദീർഘകാലമായി അച്ചടക്ക വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന KK സക്കരിയ സ്വലാഹിയെ സംഘടന നീക്കം ചെയ്തു.
സത്യത്തിൽ വലാ യജ്രിമന്നകും ശനാന ഖൗമിൻ അലാ അല്ലാ തഅദിലു ഉഅദിലു ഹുവ അഖറബു ലിത്തഖ്വ. തഖ്വ ഉണ്ട് എന്നതിന്റെ അടയാളമാണ് അയാൾക്ക് നീതിബോധമുണ്ട്. ഒരാൾക്ക് തഖ്വയുണ്ടോ അയാൾക്ക് നീതിബോധമുണ്ടാകും. അടുത്ത വാചകം എന്താ? ആദർശ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അബ്ദുറഹ്മാൻ ഇരുവേറ്റിയെ 1 വർഷത്തേക്ക് സംഘടനയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്നു, സംഘടനാ വിരുദ്ധം ചെയ്ത ആജീവനാന്തം പുറത്ത്. ആദർശത്തെക്കാൾ നമുക്ക് വലുതേതാ? സംഘടനയാണ്. ആണ് അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ വന്നിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എതിർത്തത്. അതുണ്ട് എന്ന് തെളിയിക്കുന്ന ചില ക്ലിപ്പിങ്ങുകൾ പൊട്ടിക്കരഞ്ഞു പോകും. മുജാഹിദുകളെ പൊട്ടിക്കരഞ്ഞു പോകും. ജില്ലയുടെ ഒരുപാട് കാലത്തെ സെക്രട്ടറി ആയിരുന്നവരുടെ വാക്കുകളാണ്. തീർന്നില്ല. നിങ്ങൾക്കറിയാലോ, എന്നെ പുറത്താക്കിയൊരു ഘട്ടം, ഒരു മന്ത്രിയുമായി ഞാൻ വിമർശിച്ചൊരു ഘട്ടം, ആ വിഷയത്തിൽ ഞാൻ പശ്ചാത്തപിച്ചു നോക്കാൻ നിങ്ങൾക്കറിയാം. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടന്നു പോകുന്നില്ല. എനിക്ക് പറ്റിയ ഒരു അബദ്ധം ഞാനത് തിരുത്തി. അപ്പൊ തന്നെ ആ പ്രസംഗം കഴിഞ്ഞ ഉടനെ തന്നെ, 2 ദിവസം കഴിഞ്ഞിട്ടല്ല, 2 മണിക്കൂർ കഴിഞ്ഞിട്ടല്ല, 20 മിനിറ്റ് കഴിഞ്ഞില്ല, ആ പ്രസംഗിച്ചിറങ്ങിയ ഉടനെ അതുപോലെ തിരിച്ചേണ്ടവരോട് തിരുത്തുകയും ചെയ്തു. ആ വിഷയത്തിൽ ക്ലിയർ ആകാൻ മന്ത്രിയെ വരെ വിളിച്ച് സംസാരിച്ചു. ഞാൻ ആ ഭാഗത്തേക്ക് ഒന്നും കടന്നു പോകുന്നത്, എനിക്ക് ഒരുപാട് പറയാനുണ്ട്. പക്ഷേ ഈ വിഷയകമായി എന്നെ വിളിപ്പിച്ചു, CD ടവറിൽ എന്നെ വിളിപ്പിച്ചിട്ട് 3 നേതാക്കന്മാരുടെ മുമ്പിൽ ഞാൻ ഇരുന്നു. അതിലെ എന്നോട് പറയാതെയാണ് എന്നെ പുറത്താക്കി. ചോദിച്ചിട്ടില്ല, നീ ഇത് ചെയ്തോ അത് ചെയ്തോ, അതൊരിക്കലും ഉണ്ടായിട്ടില്ല. 2009 പുറത്താക്കിയല്ലോ, അന്നും ചോദ്യമല്ല, ശിക്ഷിക്കുക, പിന്നെ വിചാരണ, പിന്നെ നടപടി, പിന്നെ പഠിക്കുക. ഇത് ഇസ്ലാമികമാണോ എന്ന് ഞാൻ ചോദിച്ചു, ആവർത്തിച്ച് ഈ 3 നേതാക്കന്മാരോട്. എന്നിട്ട് ഞാൻ അവർക്ക് ചരിത്രത്തിൽ നിന്ന് 2-3 സംഭവങ്ങൾ ഉദ്ധരിച്ചു കൊടുത്തു. നമ്മൾ അഹ്ലു സുന്നത്തി വൽ ജമാഅ അല്ലെങ്കിൽ മൻഹജുസ് സലഫ് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ പാത ജീവിതത്തിൽ എല്ലാ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചിലരെ പറ്റി ആക്ഷേപമുണ്ടായി, അവരെ പറ്റി നബി പഠിച്ചു, അവരോട് ചോദിച്ചു, മനസ്സിലാക്കി, അത് പഠിച്ചിട്ട് ക്ലിയർ ചെയ്ത് അയാളുടെ പേരിൽ ആരോപണം അയാളോട് ചോദിച്ച് അത് ബോധ്യപ്പെടുത്തി കാര്യങ്ങൾ നടത്തുകയായിരുന്നു അവർ ചെയ്തത്. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹുവിന്റെ പേരിൽ 4 ആരോപണങ്ങൾ കിട്ടി. ആ 4 ആരോപണങ്ങൾ അദ്ദേഹത്തോട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു ചോദിച്ച് മനസ്സിലാക്കി. അത് കേട്ടപ്പോ തന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു പ്രാർത്ഥിച്ചെന്തറിയോ? അല്ലാഹുവേ, എന്റെ സഹോദരനെ കുറിച്ച് കേട്ട 4 ആരോപണം ആരോപണമാകാതിരിക്കട്ടെ. നമ്മളോ പടച്ചോനെ കിട്ടിപ്പോയി അടിക്കാൻ പടി, ആരോപണം ക്ലിയർ ആകണേ എന്നാ നമ്മൾ പറയണേ. അപ്പൊ സെലഫുകളുടെ വഴി എന്താ? പടച്ചോനെ, എന്റെ സുഹൃത്തിനെ കുറിച്ച് കേട്ട ആരോപണം അത് ആരോപണമാകാതിരിക്കട്ടെ. 4ഉം ക്ലിയർ ചെയ്ത്, ആരോപണങ്ങൾ ക്ലിയർ ചെയ്ത്, എന്നിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് സ്തുതിക്കാൻ. അതാണ് സെലഫികളുടെ പാരമ്പര്യം. ഞാൻ ചോദിച്ചു, ഈ 3 നേതാക്കന്മാരോട് ചോദിച്ചു, ഇതല്ലേ ഇസ്ലാമിന്റെ ശൈലി? എന്റെ കാര്യത്തിൽ നിങ്ങളത് പ്രാവർത്തികമാക്കിയില്ലല്ലോ. ഈ വിഷയങ്ങളെല്ലാം സക്കരിയ സുലൈമായി ബന്ധപ്പെട്ടത് അദ്ദേഹം വിശദീകരിക്കും 1-ാം തീയതി. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചോ, ഇത് ഞാൻ ചോദിച്ചപ്പോ പ്രഗത്ഭനായ നേതാക്കന്മാരിൽ നമ്മൾ എണ്ണുമ്പോൾ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു നേതാവ് എന്നോട് പറയുകയാണ്, നീ പറഞ്ഞതാണ് ഇസ്ലാം, പക്ഷെ സംഘടന അതല്ല. അവർ നിഷേധിക്കട്ടെ, ഞാൻ അല്ലാഹുവിലേക്ക് അത് വിടും. അത് ക്ലിപ്പിംഗ് ആയി അവരുടെ കൈകളിൽ ഞാൻ അറിയാതെ മൊബൈലിൽ ആ വാചകം പകർത്തിയിട്ടുണ്ടാവാം. ഞാൻ അറിയാതെ എന്റെ സംസാരം റെക്കോർഡ് ചെയ്തു പറ്റിച്ചു. എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇസ്ലാമിന് വിരുദ്ധമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് ഇസ്ലാമികമായി നീ പറഞ്ഞാൽ ശരി. നിന്റെ പേരിൽ ഒരു ആപറം കേട്ടാൽ നിന്നെ വിളിക്കണം, ചോദിക്കണം, പഠിക്കണം, ശരിയാണോ എന്ന് ചോദിക്കണം, എന്നിട്ടേ പുറത്താക്കാൻ പാടുള്ളൂ. അത് നീ പറഞ്ഞത് ശരിയാണ്, അതാണ് ഇസ്ലാം. പക്ഷെ സംഘടന അതല്ല. പറയൂ പറയൂ മുജാഹിദുകളെ, എളത്തനാട്ടുകരയിലെ ആളുകളെ, അപ്പൊ സംഘടന വേണ്ടെന്നാണോ പറയുന്നത്? അല്ല. പിന്നെയോ ഇസ്ലാം വിട്ടിട്ടുള്ള ഒരു സംഘടന. അപ്പൊ പിന്നെ എന്തിനാ അത്? ലോകത്തിലെ ഏറ്റവും നല്ല സംഘടന നമ്മളാ. എന്തുകൊണ്ട്? നമ്മുടെ ആദർശ വ്യതിരിക്തത എന്ത്? അതൊക്കെ എം അക്ബർ സാഹിബ് പറയും. ആ ഭാഗമൊക്കെ നിങ്ങൾ ശരിക്കും കേൾക്കണം. തീർന്നില്ല. ഈ വിഷയമായി നമ്മുടെ ഗൗരവമായ ചില കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. കോഴിക്കോട് ജില്ലയുടെ മുൻ സെക്രട്ടറി ആയിരുന്ന, ഇപ്പോൾ വളരെ ഇതിലൊക്കെ ഒരു പ്രത്യേകത മനസ്സിലാക്കണം, ഇതൊക്കെ കേവിന്റെ ശിഷ്യന്മാരാണെന്നും കൂടി ഒന്നും മനസ്സിലാക്കി. SLRC ശിഷ്യന്മാരെ ഒക്കെ പറയണോരോ എവിടെ എത്തിച്ചു അയാളെ പോലുള്ളവർ. അവർക്കാ ഇന്ന് സ്ഥാനം. അവരെ ആ സമ്മേളനം നിയന്ത്രിക്കാൻ ഏൽപ്പിച്ചത് QHLS-ന് സ്ഥാനമില്ലാതെ പോകുന്നു, CRക്ക് സ്ഥാനമില്ലാതെ പോകുന്നു, വിലക്കുകൾ വരുന്നു.
ഏതെങ്കിലും ഒരു സമ്മേളനത്തിന്റെ ചരിത്രത്തിൽ ഒരു വീട്ടിൽ നടക്കുന്ന കല്യാണത്തിന് ബാപ്പ പറയാൻ ആൺകുട്ടികളെ ഞങ്ങളൊന്നിൽ പങ്കെടുക്കണ്ട, നിങ്ങളൊന്നും പ്രവർത്തിക്കാൻ ഞങ്ങളായിക്കോളും, ഞങ്ങൾ പറയും എന്ന് പറഞ്ഞാൽ അവിടെ ഐക്യമുണ്ടെന്നാണോ? ഇത്രയും കാലമായി സമ്മേളനത്തിൽ ഒറ്റക്കെട്ടായി മനസ്സറിഞ്ഞ് പ്രവർത്തിച്ച യുവജന പ്രസ്ഥാനത്തെ അതിൽ മരവിപ്പിച്ച് നിർത്തി, MSM മരവിപ്പിച്ച് നിർത്തി, സമ്മേളന പ്രചരണങ്ങൾ പലതും തടഞ്ഞു. നീണ്ട രേഖകൾ നമ്മുടെ മുമ്പിലുണ്ട്. എനിക്ക് സമയമില്ല. എന്താ ഇത്? ദൈവത്ത് നടന്നുവോ? നമ്മുടെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു സമ്മേളനം ദൈവത്തില്ലാതെ അവസാനിക്കുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ അതിതാണ്. ചങ്ങരംകുളം സമ്മേളനം ഓർക്കുന്നില്ലേ? ലക്ഷോപലക്ഷം മനുഷ്യരെ ഒഴുകിയ സമ്മേളനം ഓർക്കുന്നില്ലേ? കവലകളിൽ, നാൽക്കവലകളിൽ, എല്ലാ പ്രദേശങ്ങളിലും വീടുകളിലും ആയിരക്കണക്കിന് മുസ്ലിങ്ങൾക്ക് ദൈവത്തെത്തിച്ചില്ലേ? പലർക്കും ഇസ്ലാമാണ് ശരിയെന്ന് ബോധ്യപ്പെട്ടില്ലേ? ഒരു പ്രമേയ വിശദീകരണ സമ്മേളനം പോലും മര്യാദയ്ക്ക് നടന്നുവോ? നിങ്ങൾ ചിന്തിക്കും, നിങ്ങൾ ആലോചിക്കുക. ഇനിയോ നിങ്ങൾ ഇനി കേൾക്കുന്ന ക്ലിപ്പിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ആ ക്ലിപ്പിംഗ് നിങ്ങൾ വേർതിരിച്ച് കേൾക്കുക. എന്ത് അപകടത്തെയാണ് നമ്മൾ എതിർക്കുന്നത്? നമ്മുടെ സംഘടന നമ്മുടേതാണ്. നമ്മൾ ഇറങ്ങി പോവില്ല, അവിടുന്ന് പോവില്ല, പോകരുത്, ഇറങ്ങിപ്പോകരുത്. അപ്പൊ നിങ്ങൾ ചോദിക്കുങ്ങളോ? ഇറങ്ങിപ്പോയതല്ല, ഇറക്കി വിട്ടതാ, ഇറക്കി വിട്ടതാ. ഞങ്ങളെ തിരിച്ചു വിളിച്ചാൽ ഞങ്ങൾ വരും എന്നിട്ട് ഈ പറഞ്ഞ ഉമർ മൗലവി പ്രചരിപ്പിച്ച തൗഹീദ്, പാലത്തത്തുറ ഇമാം മദനി എഴുതിയ ഈ സൽസബീൽ, ഇതൊക്കെയായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരും. എന്നിട്ട് നിങ്ങൾ ഞങ്ങളോടൊരു തീരുമാനം പറയും. സഹോദരങ്ങളെ, ഞങ്ങളാരും ഇറങ്ങിപ്പോയതല്ല, ഞങ്ങളെ ഇറക്കി വിട്ടതാണ് നിഷ്കരണം പലതവണ. ഞങ്ങളോട് ചോദിക്കാതെ ഒരിക്കൽ